എത്ര പേർക്ക് പറഞ്ഞാൽ റിലേറ്റഡ് ആവുമെന്ന് എനിക്കറിയത്തില്ല. ചിലവർ എന്നെ തെറി പറയാൻ വരെ ചാൻസ് ഉണ്ട്. ബട്ട് ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വിചാരിച്ചാൽ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ്. ഫുൾ ഡേ ഇൻ മൈ ലൈഫല്ല, വെളുപ്പാങ്കാലത്ത് ഒരു 5:30 മുതൽ ഒരു 10:30 വരെ, രാവിലെ ഒരു 10:30 വരെയുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫാണ് ഗായ്സ്. ഒരു ഏർലി മോർണിംഗ് വേണമെങ്കിൽ പറയാം. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും രാവിലെ എഴുന്നേറ്റിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കുന്നത്. ഞാൻ വെക്കും, പക്ഷേ കറികൾ മാത്രമായിരിക്കും. തലേന്ന് ഞാൻ ചോറ് വെച്ച് വെക്കും. അപ്പോൾ ആദ്യമായിട്ട് രാവിലെ എഴുന്നേറ്റ് ചോറ് വെച്ചു. അപ്പോൾ ഞാൻ ഇന്നലെ വിചാരിച്ചൊരു വ്ളോഗ് എടുത്ത് വെക്കാമെന്ന്. അങ്ങനെ വലിയതായിട്ടൊന്നും ഇല്ല, ഒരു ചെറുതായിട്ടൊരു സിമ്പിൾ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിക്ക് ഒരിത്. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഗൈസ് രാവിലെ എഴുന്നേൽക്കാൻ. അപ്പോഴത്തേന് ഞാൻ ഒരു തീരുമാനം എടുത്ത് ഇനി തൊട്ട് ഞാൻ രാവിലെ എഴുന്നേൽക്കത്തില്ല, തലേന്ന് രാത്രിയെ ചോറ് വെച്ചിട്ടിരിക്കുമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ആഴ്ചയുടെ കിടന്ന് ഉറങ്ങുന്ന കണ്ടപ്പോഴത്തേനും കൂടെ എനിക്ക് ഭയങ്കര വിഷമോ അല്ല, എനിക്കൊരു ദേഷ്യമാണോ എനിക്കറിഞ്ഞൂടെ. എനിക്ക് ഉറങ്ങാൻ പറ്റാത്ത ആഴ്ചയുടെ മാത്രം കിടന്നുറങ്ങുമ്പോൾ ഒരിത് എത്ര പേർക്ക് പറഞ്ഞാൽ റിലേറ്റഡ് ആവുമെന്ന് എനിക്കറിയത്തില്ല. ചിലവർ എന്നെ തെറി പറയാൻ വരെ ചാൻസ് ഉണ്ട്. ബട്ട് ഗൈസ്, ഇതാണ് സത്യം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഒരുപാട് ഇൻട്രോ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ നമ്മൾ കുറേ ദിവസത്തിന് ശേഷം പിന്നെയും ഒരു നല്ല വലിയ വ്ളോഗുമായിട്ടാണ് വരുന്നത്. നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ഇഷ്ടപ്പെടണേ ഗൈസ്, ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ പറയണം കേട്ടോ. കമൻറ്റ് ആരും ഇടാറില്ല ഗൈസ്, വൈ? നിങ്ങളെല്ലാവരും കമൻറ്റും കൂടെ ഇടണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കും. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോലും കേട്ടോ. അപ്പോൾ എന്തെങ്കിലും പോയി കണ്ടിട്ട് വരും. ചേച്ചാ, സാധാരണ ഞാൻ മറക്കുന്നത് ഫസ്റ്റ് ഇൻട്രോ എടുക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഇന്ന് ഞാൻ മറന്നതും ഇൻട്രോ എടുക്കാനും മറന്നു. എങ്കിലും രാവിലെ കിടന്ന് ഹലോ ഗായ്സ് എന്ന് പറഞ്ഞ് വിളിച്ചു പോകാൻ വയ്യാത്തതുകൊണ്ട് എടുക്കണ്ടല്ലോ എന്ന് മനഃപൂർവ്വം തന്നെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അടുപ്പ് കത്തിക്കാമെന്ന് വിചാരിച്ചു വിറക് വെച്ചതിന് ശേഷമാണ് അയ്യോ വീഡിയോ എടുത്തില്ലല്ലോ എന്ന് ഓർത്തത്. അപ്പം നിങ്ങൾക്ക് കാര്യം മനസ്സിലായി കാണുമല്ലോ, വീഡിയോയുടെ ഫസ്റ്റത്തെ അരമണിക്കൂർ എടുക്കാൻ ഞാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ ക്യാമറയൊക്കെ കൊണ്ടുവന്ന് വെച്ചത്. എന്തായാലും വിറക് വെച്ചതിന് ശേഷം എൻ്റെ തേയിലപ്പൊടിയുടെ പാക്കറ്റിന് കുറച്ച് പീസായിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഞാൻ അടുപ്പിലോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ അടുപ്പ് കത്തിക്കാൻ ഞാൻ അങ്ങോട്ട് പഠിച്ചു വരുന്നതേ ഉള്ളായിരുന്നു. എങ്കിലും അന്ന് ഇച്ചിരിയും കൂടെ പാടുണ്ടായിരുന്നു കേട്ടോ. സാധാരണ 10 മിനിറ്റ് കൊണ്ട് കത്തിക്കുന്നതാണ്. അതിൻ്റെ അകത്ത് ഞാൻ ചിരട്ടയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരു തൊണ്ടും വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്കൊരു വലിയ മുട്ടൻ അബദ്ധവും പറ്റി. അത് നിങ്ങൾക്ക് ഇപ്പം കാണാവുന്നതാണ് കേട്ടോ. ഞാൻ പേപ്പർ വെച്ചിട്ടാണ് കത്തിക്കുന്നത്. അത് കഴിയുമ്പോഴത്തേന് ബാക്കി എല്ലാത്തിലോട്ടും അങ്ങ് കത്തിപ്പിടിച്ചോളും. അപ്പോഴത്തേന് ഭയങ്കര പുക വരാൻ തുടങ്ങി. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായി പുക വരുന്നത്? സാധാരണ ഈ അടുപ്പിനകത്ത് പുക വരുന്നതല്ല. ഇതിന് മുമ്പ് ഏതോ ഒരു ദിവസവും പുക വന്നായിരുന്നു. അപ്പം വീണയും സുബിനും ഉള്ളപ്പോഴായതുകൊണ്ട് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു തൊണ്ട് വെച്ചതുകൊണ്ടാണ്. അതുകൊണ്ട് ഇന്ന് ഞാൻ തൊണ്ട് വെച്ചില്ലായിരുന്നു, ചിരട്ടകളായിരുന്നു വെച്ചിരുന്നത്. 3-4 ചിരട്ടകൾ ഞാൻ പൊട്ടിച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അടിയിൽ നിന്ന് എടുത്തിട്ട് അതിൻ്റെ അടിയിൽ കുറച്ച് വിറവ് ഇരിപ്പുണ്ട് കേട്ടോ. അതിൻ്റെ അകത്തുനിന്ന് കുറച്ച് വിറവും കഷ്ണവും പിന്നെ കുറച്ച് തെങ്ങിൻ്റെ ഇതുമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴത്തേനും എൻ്റെ കണ്ണിനകത്തോട്ട് അങ്ങ് പുക അടിച്ച് കയറുമായിരുന്നു. അപ്പോഴത്തേനും തീ കത്തുന്നുണ്ടായിരുന്നു കേട്ടോ. തീ അണഞ്ഞിട്ടൊന്നും ഇല്ലായിരുന്നു. പിന്നെ സൈഡിൽ കൂടെ ഒക്കെ ആണെങ്കിൽ അങ്ങ് പുക പോകുമായിരുന്നു. പിന്നെ കത്തി അവസാനിക്കാറായപ്പോഴത്തേനും ഞാൻ പിന്നെ കുറച്ചും കൂടെ ഈ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ഇനി എന്തായാലും അരിക്കലത്തിലോട്ട് വെള്ളം പിടിക്കാമല്ലോ എന്ന് വിചാരിച്ചു അങ്ങോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. തലേന്ന് രാത്രിയെ കലമെല്ലാം ഞാനെടുത്ത് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ലായിരുന്നു കേട്ടോ. കുറച്ച് നേരം വെള്ളം പിടിക്കുന്നത് നോക്കി ഇങ്ങനെ നിന്നിട്ടുണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് ഇത്രയും രാവിലെ ഞാൻ എഴുന്നേറ്റ് അരി അടുപ്പത്തിടുന്നത്. കാര്യം ഇതുവരെ അങ്ങനെ ഇടേണ്ട ഒരു സാഹചര്യം വന്നിട്ടില്ലായിരുന്നു. ഇപ്പോഴും സാഹചര്യമല്ല, എൻ്റെ ഒരു തീരുമാനമായിരുന്നു ഇനി അൽച്ചേട്ടൻ പുറത്തുനിന്ന് കഴിക്കണ്ട എന്നുള്ള കാര്യം. കാര്യം എന്നും പുറത്തുനിന്ന് കഴിച്ച് വല്ല അറ്റാക്ക് വരുമോ എന്ന് എനിക്കൊരു പേടിയുണ്ടായിരുന്നു. എന്തായാലും തീ കത്തിയപ്പോഴത്തേനും ഞാൻ അടപ്പ് വെച്ച് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. കാര്യം ഇവിടെ എല്ലാം വെള്ള പെയിൻറ്റും വെള്ള പുട്ടി അടിച്ചതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അത് വെച്ച് അടച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങോട്ട് കലം വെച്ചു. അതിൻ്റെ മുകളിൽ ഒരു ചരുവത്തിനകത്ത് ഇച്ചിരി വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. കാര്യം ചൂടാവാൻ വേണ്ടിയിട്ടുള്ള. ഇതെന്നെ പഠിപ്പിച്ചതെന്ന് അമ്മയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ വിറകൊക്കെ നേരെയാണോ എന്ന് എടുത്ത് വെച്ച് നോക്കുവാണ്. കാര്യം എന്താണെന്ന് എനിക്കറിയത്തില്ല. പുകയുവാണോ കത്തുന്നില്ലയോ എന്നൊക്കെ ഭയങ്കര സംശയങ്ങളാണ്. അതിൻ്റെ ഇടയ്ക്ക് കൂടാണെങ്കിൽ എൻ്റെ കണ്ണ് ഫുള്ളും അടിച്ചു പോകുന്ന ടൈപ്പ് പുകയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ അവിടെ നിന്ന് കണ്ണ് തുടയായിരുന്നു കേട്ടോ. പിന്നെ 2.5 ഗ്ലാസ് അരി ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതെന്തായാലും നല്ലതായിട്ട് കഴുകണം. ഒരു 3-4 വട്ടം ഞാൻ അരി കഴുകാറുണ്ട് കേട്ടോ. എത്ര നല്ല അരിയാണെന്ന് പറഞ്ഞാലും ഞാൻ കുറേ വട്ടം കഴുകും. കാര്യം എന്ന് വിചാരിച്ചാൽ അപ്പം തന്നെ അവിടുന്ന് വലിയ അരിക്കുള്ള വെള്ളമൊന്നുമല്ല വന്നത്. എന്നാലും എനിക്കൊരു ടെൻഷനാണ്. അതുകൊണ്ട് തന്നെ 3-4 വട്ടം ഞാൻ കഴുകും. 5 വട്ടം ഇല്ല, ഒരു 4 വട്ടം കഴുകും കേട്ടോ. ആ സമയം കൊണ്ട് എൻ്റെ കണ്ണിൽ നിന്ന് അപാര വെള്ളമാണ് ഗൈസ് പോകുന്നത്. അത്രയ്ക്കും കണ്ണങ്ങ് നിറഞ്ഞ് ഒഴുകുമായിരുന്നു. എന്താണ് ഇങ്ങനെ പുക ആവുന്നതെന്ന് എനിക്കറിയത്തില്ല. ആ അടുക്കള മുഴുവൻ പുകയായിരുന്നു. ആർക്കെങ്കിലും ഇതിനുള്ള റീസൺ അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ. ഞാൻ എക്സ്ട്രാ ആയിട്ട് വെച്ചത്
ചിരട്ടകളാണ്. പിന്നെന്താ വെച്ചത്, പിന്നെ ഒരു തൊണ്ടിൻ്റെ ഒരു പകുതിയും വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. കാര്യം ഇത്രയും നാളും ഇതിനകത്ത് പുക വരത്തതേ ഇല്ലായിരുന്നു കേട്ടോ. ഇപ്പം ഇത് ഞാൻ മൂന്നാമത്തെയോ നാലാമത്തെയോ വട്ടമാണ് ഇതിനകത്ത് ഞാൻ ഒറ്റയ്ക്ക് ചോറ് വെക്കുന്നത് കേട്ടോ. അതും രാവിലെയല്ല വെക്കുന്നത്, രാവിലെ ഇത് ആദ്യമായിട്ടായിരുന്നു കേട്ടോ വെച്ചത്. ഇനിയിപ്പം നാളെ ഒന്ന് വെക്കണം എന്നൊരാഗ്രഹവും കൂടെ ഉണ്ട്. നടക്കുമോ എന്നറിയത്തില്ല. എന്തായാലും അരി കഴുകി ഒരു നണി പോലും പോകാതെ ഞാനെടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു നണി പോലും പോകരുതെന്ന് എന്നെ പഠിപ്പിച്ചു തന്ന ഞങ്ങളുടെ ആൻറ്റിയാണ് കേട്ടോ. അപ്പുറത്ത് താമസിക്കുന്ന ആൻറ്റിയാണ് പറഞ്ഞിട്ടുള്ള ഒരു നണി പോലും പോകാതെ വെക്കണം എന്നുള്ളത്. അതുകൊണ്ട് ഒരു നണി പോലും പോകാതെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പുറത്ത് കുറച്ച് വിറവ് മേടിച്ചിട്ടിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് 2 കഷ്ണം എടുത്തുകൊണ്ട് വന്നു. ഒരെണ്ണം ഞാൻ സൈഡിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ ഭയങ്കര തുമ്മലും, അതിനകത്ത് നിറച്ച് പൊടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ തുമ്മലും അപാരമായിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് പിന്നെയും തുമ്മലിൻ്റെ അലർജി വന്നിട്ടുണ്ട്. ഇടയ്ക്ക് നമ്മൾ പോയി ഒന്ന് മരുന്ന് മേടിക്കണമെന്ന് വിചാരിക്കും. തുമ്മലൊന്ന് കുറയുമ്പോൾ പിന്നെ പോകാൻ അങ്ങ് മടിയാണ് കേട്ടോ. ഇതെന്തായാലും ഇവിടെ ഇരുന്ന് കത്തട്ടെ എന്ന് വിചാരിച്ചു. അന്നേരത്തേന് ഞാൻ വിചാരിച്ചു നമ്മുടെ കോവയ്ക്കയും വഴുതനങ്ങയൊക്കെ അരിഞ്ഞ് കട്ട് ചെയ്ത് വെക്കാമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ കോവയ്ക്ക എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കൊച്ചുള്ളിയും ഇഞ്ചിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ആദ്യം ഇതൊക്കെ നല്ല വൃത്തിയായിട്ട് കഴുകണമല്ലോ എന്ന് വിചാരിച്ചു. അതെല്ലാം ദാണ്ട് ഈ ഒരു പാത്രത്തിലാണ് ഇടുന്നത്. കാര്യം അതാകുമ്പോൾ പുറത്തു പോകത്തില്ല. വെള്ളം ഒഴിച്ച് കഴിയുമ്പോഴത്തേന് നല്ല വൃത്തിയായിട്ട് കഴുകുകയും ചെയ്യാമെന്നാണ് എൻ്റെ ഒരു ഉദ്ദേശം. അതുകൊണ്ട് തന്നെ ഞാൻ വൃത്തിയായിട്ട് കഴുകിയിട്ടുമുണ്ട് കേട്ടോ. പിന്നെ ആദ്യം ഞാൻ കൊച്ചുള്ളി തൊലിച്ച് വെക്കുവാണ്. ഇത് ചമ്മന്തിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ കൊച്ചുള്ളി അരിഞ്ഞു വെക്കുന്നത്. കണ്ണ് നിറഞ്ഞാണെങ്കിൽ ഒഴുകുമായിരുന്നു. എന്താല്ലേ, കൊച്ചുള്ളി അരിയുമ്പോൾ വരെ എൻ്റെ കണ്ണങ്ങ് നിറഞ്ഞ് ഒഴുകുവാണ്. എന്താ എങ്ങനെയെന്ന് എനിക്കറിയത്തില്ല. ഒരുപാട് ഞാനങ്ങനെ ജോലി ചെയ്യാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു, എനിക്കറിയത്തില്ല. അപ്പം നിങ്ങൾ ചോദിക്കും ഇവിടെ ആരാ ജോലി ചെയ്യുന്നത്? ജോലി ചെയ്യാറൊക്കെ ഉണ്ട്, ഞാനും അഖിൽച്ചേട്ടനും ഒരുമിച്ചാണെന്ന് മാത്രം. വലിയ വലിയ ജോലികളൊന്നും ചെയ്യത്തില്ല. എന്നാലും ഇതുപോലുള്ള കൊച്ചു കൊച്ചു ജോലികളും ചെയ്യത്തില്ല. അങ്ങനെയൊക്കെയാണ് ഗൈസ് ഇവിടുത്തെ കാര്യങ്ങൾ. അതെന്തായാലും പോട്ടെ. അങ്ങോട്ട് കയറി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് കാട് കയറി ചിന്തിക്കേണ്ടി വരും. എന്തായാലും വഴുതന ഞാൻ വട്ടത്തിൽ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വട്ടത്തിൽ കട്ട് ചെയ്തതിനെ ഞാൻ നടുക്കൂടെ ഒന്നും കൂടെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. പുറത്താണെങ്കിൽ നല്ല മഴയും പെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഒരു ബൗളിലോട്ട് എടുത്തിട്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇനി കോവയ്ക്ക അരിയാലോ എന്ന് വിചാരിച്ചു. കോവയ്ക്കയാണെങ്കിൽ മുമ്പെടുത്ത് കേട്ടോ അമ്മ ലീവിന് വന്നപ്പം പറഞ്ഞു നേരെ അരിഞ്ഞിട്ട് വറക്ക്, അതിന് കുറച്ചും കൂടെ ടേസ്റ്റാന്ന് പറഞ്ഞതുകൊണ്ട് എങ്കിൽ പിന്നെ നേരെ അരിയാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇതുപോലെ നേരെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ കോവയ്ക്ക് ഞങ്ങൾ തോരൻ വെക്കുന്നത് ഈ കാട്ടിലും കൂടുതൽ വറുത്തെടുക്കുവാണ് കേട്ടോ. ഇപ്പം മീനില്ലല്ലോ, നിങ്ങൾക്കെല്ലാവർക്കും അറിയാമല്ലോ. ഇപ്പം മീൻ മേടിക്കാൻ പറ്റാത്ത സമയമാണ്. ഇപ്പം മീൻ കിട്ടുന്നതും ഇല്ല, ഒന്നാമത്തെ കാര്യം. അതുകൊണ്ട് തന്നെ മീനില്ലാത്തത് കൊണ്ട് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വറുത്ത് തിന്നാലോ എന്ന് വിചാരിച്ചു. അതിനാണ് ഞാൻ ഈ വഴുതന കട്ട് ചെയ്ത് വെച്ചേക്കുന്നതും ഈ കോവയ്ക്ക കട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. ഇത് ഇത്രയും വറുത്ത് തിന്നാനാണ് എനിക്കും ഇഷ്ടം. പിന്നെ അഖിൽച്ചേട്ടനും ഭയങ്കര ഇഷ്ടമാണ്. വഴുതനേക്കാട്ടിലും കൂടുതൽ അഖിൽച്ചേട്ടനും കോവയ്ക്ക ഇഷ്ടപ്പെടുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. കോവയ്ക്ക എപ്പോഴും തിന്നുന്നതുകൊണ്ട് അഖിൽച്ചേട്ടനും കോവയ്ക്കയാണ് ഇഷ്ടം. പക്ഷേ എൻ്റെ പ്രതീക്ഷ തെറ്റി. അഖിൽച്ചേട്ടന് വഴുതനങ്ങയാണ് കേട്ടോ ഇഷ്ടം. അതെല്ലാം കട്ട് ചെയ്ത് മാറ്റി അതിൻ്റെ മുകൾ അപ്പോഴേ അങ്ങ് തുടച്ചു മാറ്റി. ഇല്ലെങ്കിൽ പിന്നെ ആ പണി അവിടെ കിടക്കും. പിന്നെ ഞാനൊട്ട് ചെയ്യത്തുമില്ല. ആദ്യം കോവയ്ക്കകത്തും വഴുതനയ്ക്കകത്തും കുറച്ച് മുളക് പൊടി ഇട്ട്, പിന്നെ രണ്ടിനകത്തും കൂടെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു. കുരുമുളക് പൊടി ഞാൻ ഇച്ചിരി കൂടുതൽ ഇടും കേട്ടോ. അത് കഴിഞ്ഞ് കുറച്ച് ഗരം മസാല ഇട്ട്, അത് ഓപ്ഷനാണ് കേട്ടോ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ടാൽ മതി. ഞാൻ അങ്ങ് ഇടുന്നതേ ഉള്ളൂ. ഒരു നല്ല ടേസ്റ്റ് കിട്ടും. ഇതെന്നെ പഠിപ്പിച്ച് തന്ന അഖിൽച്ചേട്ടനാണ് കേട്ടോ. പിന്നെ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു തുള്ളി വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഞാൻ ഒരു തുള്ളി വെള്ളം ഒഴിച്ചിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, നല്ല രീതിയിൽ. അത് കഴിഞ്ഞിട്ട് വഴുതന എടുത്തപ്പോഴാണെങ്കിൽ അതിനകത്ത് മഞ്ഞൾപ്പൊടി പകുതിയും പുറത്താണ് പോയത് കേട്ടോ. എന്തായാലും രണ്ടും നല്ല രീതിക്ക് ഞാനൊന്ന് പുരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. കാണുമ്പോൾ തന്നെ എന്ത് ഭംഗിയല്ലേ കാണാൻ. അയ്യോ, എനിക്ക് നല്ല ഭംഗിയായിട്ട് തോന്നി കേട്ടോ. എന്തായാലും രണ്ടും നല്ല വൃത്തിയായിട്ട് പുരട്ടി. ഇനി രണ്ടിനും 2 അടപ്പ് വെച്ച് അടച്ചതിന് ശേഷം ഫ്രിഡ്ജിനകത്തോട്ട് എടുത്ത് വെക്കാമല്ലോ എന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേന് ഇനി അടുപ്പ് തീ അണഞ്ഞോ എന്നുള്ള സംശയമായിരുന്നു. പക്ഷേ തീ അണഞ്ഞില്ലായിരുന്നു, അതിൻ്റെ അകത്ത് കത്തുന്നുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഏറ്റവും ഉപകാരപ്പെട്ടതാണ്ട് ഈ ഞാനിരിക്കുന്ന ഒരു കസാരയാണ് കേട്ടോ. അത് സത്യം പറഞ്ഞാൽ ഇവിടുത്തെ ചിറകയാണ്. അതിൻ്റെ സൈഡിൽ പോയി ഇങ്ങനെ കുനിഞ്ഞ് നിന്ന് നോക്കണ്ടല്ലോ. അതുകൊണ്ട് ഈ കസാര ഇട്ട് കഴിഞ്ഞാൽ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് നോക്കിയാൽ മതി. അതുകൊണ്ട് ഇപ്പോഴാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ആ ചിരവ ഉപകാരപ്പെട്ടത്. പിന്നെ ആണെങ്കിൽ ഞാൻ കൊച്ചുള്ളി കുഞ്ഞതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് മുളകും ഇതുപോലെ അരിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് മുട്ടയപ്പം ചുടാൻ വേണ്ടിയിട്ടാണ്. ഈ മുട്ടയപ്പം എന്ന് ഞാൻ പറഞ്ഞു പഠിച്ചത് അഖിൽച്ചേട്ടൻ്റെ കയ്യിൽ നിന്നാണ് കേട്ടോ. ഈ ബുൾസ അടിക്കാൻ വേണ്ടിയിട്ടാണ്, സോറി ബുൾസയല്ല, പൊരിച്ചത് കേട്ടോ. അഖിൽച്ചേട്ടൻ്റെ കൂടെ കൂടിയതിന് ശേഷമാണ് മുട്ടയപ്പം എന്നൊക്കെ പറഞ്ഞു പഠിച്ചത് കേട്ടോ. എന്തായാലും അടുപ്പ് നല്ല രീതിക്ക് കത്തുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇരുന്നാണ് ഇപ്പോൾ ഇങ്ങനെ ഊതുന്നത്. ഇതെനിക്ക് വളരെ എളുപ്പമായിട്ടുണ്ട് കേട്ടോ. ഇതിവിടെ തേങ്ങ തിരുമ്മാൻ മാത്രം എടുത്തുകൊണ്ടിരുന്ന സാധനമാണ്. ഈ അടുപ്പ് കത്തിച്ചതിന് ശേഷമാണ് എനിക്ക് എന്താ പറയുന്നത് നല്ലൊരു ഇരിക്കാനും കൂടെ സ്ഥലമായത്. സമയം 7 മണിയായി. പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്. അപ്പോഴും എൻ്റെ അഖിൽച്ചേട്ടൻ AC
കൂട്ടിയിട്ടിട്ട് ഫാനും ഇട്ടിട്ടാണ് കിടന്നുറങ്ങുന്നത്. ഈ മനുഷ്യൻ എങ്ങനെയാണ് ഇങ്ങനെ കിടന്നുറങ്ങുന്നതെന്ന് എനിക്കറിയത്തില്ല ഗൈസ്. എനിക്കാണെങ്കിൽ തണുത്തിട്ട് കിടുങ്ങും. ഞാൻ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അത് ഓഫ് ചെയ്തും വെക്കും കേട്ടോ. എന്നിട്ട് ഒരു വലിയ കമ്പിളി എടുത്ത് അങ്ങ് പുതയ്ക്കുകയും ചെയ്യും കേട്ടോ. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ ഉണർന്നിട്ടുണ്ടായിരുന്നു. പോയി തീ നോക്കാമല്ലോ എന്ന് വിചാരിച്ച് പോയി നോക്കിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ വന്ന് കിടന്നപ്പോഴാണെങ്കിലോ നല്ലതായിട്ട് അങ്ങ് ഉറങ്ങിപ്പോയി. പുറത്ത് അതിലും നല്ല മഴ. നമ്മുടെ അരി നല്ലതായിട്ട് തിളയ്ക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് 8 മണി ആയപ്പോഴത്തേന് അഖിൽചേട്ടൻ എഴുന്നേൽക്കാറായപ്പോഴത്തേന് ചായ ഇട്ടു, പിന്നെ കോവയ്ക്ക വറുത്തു. പിന്നെ അഖിൽചേട്ടൻ ബ്രഷൊക്കെ ചെയ്തതിന് വന്നതിന് ശേഷം നമ്മൾ വാഴയില കട്ട് ചെയ്തു. അഖിൽചേട്ടൻ്റെ പാത്രം എവിടെയെന്ന് കണ്ടില്ലായിരുന്നു. വാഴയില അഖിൽചേട്ടനാണ് ചൂടാക്കിയത്. ഇനിയുള്ള ജോലികളെല്ലാം അഖിൽചേട്ടനാണ് കേട്ടോ. എനിക്ക് ഇത്രയും ജോലികളേ ഉള്ളൂ. പിന്നെ ഇനി പുരട്ടി വെച്ചതൊക്കെ വറുക്കുക, അത് മാത്രമേ ഉള്ളൂ ഇനി എനിക്കുള്ള ജോലി കേട്ടോ. ബാക്കിയെല്ലാം ഇനി അഖിൽചേട്ടൻ്റെ ജോലികളാണ് കേട്ടോ. ഇനി പൊരിക്കുന്നതും മുട്ട പൊരിക്കുന്നതൊക്കെ ഇനി അഖിൽചേട്ടനാണ്. അപ്പം നിങ്ങൾ വിചാരിക്കുക എനിക്കെന്താ പൊരിച്ചു കൊടുത്തുകൂടെയെന്ന്. ഞാൻ പൊരിച്ചു കൊടുക്കാത്തതല്ല, അഖിൽചേട്ടന് ഞാൻ പൊരിക്കുന്നതിനേക്കാളും ഇഷ്ടം അഖിൽചേട്ടന് പൊരിച്ചെടുക്കുന്നതാണ് കേട്ടോ. അപ്പോഴത്തേനും ഞാൻ വഴുതനങ്ങ പുരട്ടി വെച്ചതെല്ലാം എണ്ണയ്ക്കകത്തോട്ടിട്ട് വറുക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എണ്ണ ഞാൻ കുറച്ചേ ഒഴിക്കത്തുള്ളൂ കേട്ടോ. ഇവിടെ ഞങ്ങൾ രണ്ടുപേർക്കും ഇച്ചിരി എണ്ണ കൂടുതലാണ്. അതുകൊണ്ട് ഇപ്പം ഞാൻ തൽക്കാലത്തേക്ക് കുറച്ച് എണ്ണയൊന്ന് കുറച്ച് വെച്ചിട്ടുണ്ട്. എന്നാലും ഞാൻ കുറച്ചും കൂടെ എണ്ണയൊന്ന് ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേന് കോവയ്ക്കയൊക്കെ വറുത്ത് ഞാൻ മാറ്റി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നാണെങ്കിൽ അത് തിരിച്ചിടാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അഖിൽചേട്ടൻ മുട്ട പൊരിക്കാൻ എടുത്ത പാത്രത്തിൽ എണ്ണ ഒഴിച്ചതിന് ശേഷം ഞാൻ നന്നായിട്ടൊന്ന് കറക്കി കൊടുക്കുവാണ്. അപ്പോൾ അഖിൽചേട്ടൻ ചെയ്യുന്ന ജോലിക്കകത്ത് ഇടയ്ക്ക് കയറി അഖിൽചേട്ടൻ ഇഷ്ടപ്പെടത്തില്ല കേട്ടോ. അതാണ് അവിടെ എന്നോട് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത് കേട്ടോ. പിന്നെ ഞാൻ ഇട്ടേക്കുന്ന ഈ ഒരു ടീഷർട്ട് കണ്ടില്ലേ, ഇത് ഞാൻ ലൈവ് ചെയ്യാൻ നേരത്ത് കുറേ പേരെൻ്റെ അടുത്ത് ചോദിച്ചു ഈ ടീഷർട്ട് എവിടുന്നാണ് മേടിച്ച, ലിങ്ക് ഉണ്ടോ എന്നൊക്കെ. ഗൈസ്, ഇത് ലിങ്ക് ഇല്ല. ഇത് എനിക്ക് അഖിൽചേട്ടൻ്റെ അമ്മ ഗൾഫിൽ നിന്ന് വന്നപ്പം മേടിച്ചിട്ട് വന്നതാണ്. ഈ വർഷത്തിൻ്റെ അതിൻ്റെ മുമ്പത്തെ വർഷം വന്നപ്പം മേടിച്ചുകൊണ്ട് വന്നതാണ്. ഈ വർഷമാണ് ഇത് ഞാൻ ഇടാൻ തുടങ്ങിയത് കേട്ടോ. കാര്യം വേറെ ഒന്നുമല്ല, ഇപ്പോഴാണ് എനിക്ക് അതിനൊത്ത സൈസ് ആയതെന്ന് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ. എന്തായാലും ഞാൻ ചായ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ചമ്മന്തി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ചമ്മന്തിയൊക്കെ അഖിൽചേട്ടനാണ് അരച്ച് വെച്ചത്. തലേന്ന് തന്നെ നമ്മൾ തേങ്ങ തിരുമ്മി വെക്കും കേട്ടോ. പിന്നെ അഖിൽചേട്ടൻ ഇല വാട്ടുകയാണ് കേട്ടോ. ഞാൻ ഇല വാട്ടാമെന്ന് പറഞ്ഞാലും അഖിൽചേട്ടൻ സമ്മതിക്കാറില്ല. കാര്യം അഖിൽചേട്ടന് തന്നെ ഇലയൊക്കെ വാട്ടണം കേട്ടോ. ഞാൻ ഇപ്പോൾ ഒരു 100 വട്ടം കേട്ടോ എന്ന് പറഞ്ഞില്ലേ. എന്തായല്ലേ ഈ കേട്ടോ എന്നെ വിട്ടു പോകുന്നില്ലേ, എന്താ ചെയ്യുക? എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ആരും മറന്നു പോവല്ലേ. പിന്നെ ഞാൻ ഇത് തന്നെ പറഞ്ഞില്ലേ, എന്താ അല്ലേ. പോട്ടെ, എന്തായാലും നമ്മളിനി അതൊരുപാട് പറഞ്ഞങ്ങ് മോശമാക്കുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഡൈനിങ് ടേബിളിൻ്റെ മണ്ടേ കൊണ്ടുവന്ന് വെച്ചതിന് ശേഷം അഖിൽചേട്ടൻ അതിൻ്റെ അടിഭാഗമൊക്കെ കട്ട് ചെയ്യുവാണ്. ഞാൻ തലേന്ന് കഴുകിയിട്ട തുണി ഉണങ്ങിയില്ലായിരുന്നു അഖിൽചേട്ടൻ്റെ. അതുകൊണ്ട് നമ്മൾ രാത്രി ഫാനിൻ്റെ മുമ്പിൽ തറയിട്ടിട്ടുണ്ടായിരുന്നു. തറയൊക്കെ വൃത്തിയായതുകൊണ്ട് തന്നെ തറയിടുന്നതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. അത് കഴിഞ്ഞ് ഞാൻ ചോറ് ഊറ്റി വെച്ചത് പൊരിക്കാൻ വേണ്ടിയിട്ട് അടുപ്പിലോട്ട് എടുത്ത് വെക്കുവാണ് കേട്ടോ. അഖിൽചേട്ടനാണെങ്കിൽ പൊരിക്കണം. ഈ വെള്ളമയത്തോട് ഇരുന്നാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. തീ അപ്പോഴത്തേന് കുറച്ചൊന്ന് അണഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 ഊതൊക്കെ ഊതിയപ്പോഴത്തേന് നല്ലതായിട്ട് കത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ആ സ്ലാവിൻ്റെ പുറവും കൂടെ നല്ല രീതിക്കൊന്ന് തുടച്ചിട്ടുണ്ടായിരുന്നു. തേങ്ങ അരച്ചതും കൂടെ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് കറിവേപ്പില അവിടെ ബാക്കി വന്ന 2-3 പീസ് ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളുടെ വീട്ടിൽ ഇഷ്ടംപോലെ കറിവേപ്പില ഉണ്ടെങ്കിൽ പോലും ഞാനൊന്നും വേസ്റ്റ് ചെയ്യാറില്ല. ഇതുപോലെ ഓരോ ഡബ്ബയിലെടുത്ത് അടച്ച് ഫ്രിഡ്ജിനകത്ത് വെക്കും. ഒട്ടും നശിച്ചു പോകാറേ ഇല്ല കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ ഐഡിയ എനിക്ക് തോന്നിയത് ഈ പുറത്തുള്ളവരൊക്കെ ഈ കറിവേപ്പിലയുടെ വിലയുടെ കാര്യം പറയുമ്പോഴാണ്. അപ്പോഴത്തേനും അഖിൽചേട്ടൻ ചോറ് പൊതിയാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ചോറ്, ചമ്മന്തി, ഒരു മുളക് പൊരിച്ചത്, പിന്നെന്താണ് അതിനകത്തോട്ട് തോരൻ ഒക്കെ വെക്കാമെന്ന് വിചാരിച്ചു. അടുത്ത ഇല കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനകത്ത് കുറച്ച് നെയ്യും കൂടെ ഒഴിച്ച്. നെയ്യ് എന്തിനാണ് ഒഴിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ലായിരുന്നു. നല്ല ടേസ്റ്റ് കിട്ടാനാണെന്നാണ് അഖിൽചേട്ടൻ പറഞ്ഞത്. എന്തോ എനിക്കറിയത്തില്ല. പിന്നെ കോവയ്ക്ക വറുത്തത്, പിന്നെ വഴുതനങ്ങ വറുത്തത് എല്ലാം ഓരോ പാത്രത്തിലോട്ടാക്കി ഇങ്ങനെ എടുത്ത് വെക്കുമായിരുന്നു. പിന്നെ അച്ചാർ വേണമെന്ന് ചോദിച്ചപ്പോൾ അച്ചാർ വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അഖിൽചേട്ടൻ. പിന്നീടാണെങ്കിൽ തൈര് എടുത്തൊരു ഡബ്ബയിലാക്കിയിട്ട് അതിനകത്ത് ഇച്ചിരി കുരുമുളക് പൊടിയും ഉപ്പും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഡബ്ബയിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇലയിലാണ് ഇന്ന് പൊതിഞ്ഞുകൊണ്ട് പോകുന്നത്. കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അഖിൽചേട്ടൻ്റെ പാത്രം കാണുന്നില്ലായിരുന്നു ഗൈസ്. എവിടെ പോയെന്ന് ഒരു പിടുത്തവും ഇല്ല. അതിനി തപ്പിയെടുക്കണം. അതാണ് ഏറ്റവും വലിയ ടാസ്ക്. ഞങ്ങൾ എവിടെയെങ്കിലും കൊണ്ടുവച്ചാൽ 10 ദിവസം കഴിയുമ്പോൾ ഞങ്ങൾ തന്നെ മറന്നു പോവുകയും ചെയ്യും. അതൊട്ട് കാണത്തുമില്ല. അതാണ് ഇവിടുത്തെ കാര്യം. എന്നാൽ ഞാനും ഈ അഖിൽചേട്ടനും മാത്രമേ ഉള്ളൂ ഈ വീട്ടിൽ. എന്തായാലേ കുറച്ച് ദിവസം കഴിയുമ്പോൾ ആവശ്യം കഴിഞ്ഞു എന്ന് തോന്നുമ്പോൾ അത് നമ്മുടെ മുന്നിൽ തന്നെ വരും. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറന്നു പോവല്ലേ. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേന് അഖിൽചേട്ടൻ റെഡിയായി പോകാൻ ഒരുങ്ങിയപ്പോൾ അഖിൽചേട്ടൻ്റെ പൊട്ടാണ് അഖിൽചേട്ടൻ തൊടുന്നത്. നമ്മളിത് ഗുരുവായൂർ അമ്പലത്തിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ. ഞാൻ അവിടെ വീഡിയോ എടുത്തതിന് എന്നെ അവിടെ വഴക്ക് പറഞ്ഞിട്ട് ഞാൻ ഫ്രണ്ട് ക്യാമറ എടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ബാക്ക് ക്യാമറ വെച്ച് വഴക്ക് പറഞ്ഞത് കൊണ്ടല്ലേ ഇനി ഫ്രണ്ട് ക്യാമറ വെച്ചെടുക്കാം. ഇനി എന്തോ പറയുമെന്ന് നോക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ചിരിച്ചിരിക്കുകയാണ് കേട്ടോ. അഖിൽചേട്ടൻ ഒരുപാട് അങ്ങ് ഇഷ്ടമല്ല ഇങ്ങനെ ഫോണും പിടിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ പോകാൻ നേരത്തെ ആയപ്പോഴത്തേനും എനിക്ക് ഉമ്മയൊക്കെ തന്ന്. ഇപ്പം നിങ്ങൾ വിചാരിക്കും വീഡിയോ എടുക്കുന്നതിൻ്റെ പ്രഹസനമാണെന്ന്. ഒരിക്കലും അല്ല
ഒന്നുമല്ല ഗൈസ്, ഒരു 100 ഉമ്മ വന്നിട്ട് രാവിലെ പോകത്തുള്ളൂ. അഖിൽച്ചേട്ടന് ഭയങ്കര ഇഷ്ടമാണ്. ഉമ്മ വന്നില്ലെങ്കിൽ ഞങ്ങൾ തമ്മിൽ പിണങ്ങുകയും ചെയ്യും. എന്തല്ലേ ഞാൻ പറയുന്നത്. പോട്ടെ, ഇതൊക്കെയാണ് ഗൈസ്. ഇപ്പോൾ ഉള്ള എല്ലാവരും ഇങ്ങനെയൊക്കെയാണെന്നാണ് എൻ്റെ വിചാരം. ഞാൻ എന്തിനാ ഈ സാധനം എടുത്തുകൊണ്ട് നടക്കുന്നതെന്ന് വിചാരിച്ചാൽ, അമ്മയുടെ സ്കൂട്ടിയുടെ ഫ്രണ്ടിൽ ഭയങ്കര സൗണ്ട് ഗൈസ്. എന്താണെന്നറിയത്തില്ല. നമ്മൾ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ റെഡിയാക്കി തന്നിട്ടുണ്ടായിരുന്നു. റെഡിയാക്കി തന്നില്ല, റെഡിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തോട്ട് അൽച്ചേട്ടൻ ഇച്ചിരി ഓയിൽ ഒഴിച്ച് കൊടുത്തതാണ് കേട്ടോ. പിന്നെ ആണെങ്കിൽ ഞാൻ അവിടെ ഇരുന്ന പാത്രങ്ങളെല്ലാം അടുക്കി പറക്കി വെച്ചതിന് ശേഷം അവിടെ ബാക്കി തുടയ്ക്കാനുള്ളതും കൂടെ തുടച്ചു. പിന്നീട് ഇച്ചിരി വെള്ളം എടുത്ത് ചൂടാക്കാനും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു. വെറുതെ എന്തിനാ ഗ്യാസ് കളയുന്നതെന്ന് വിചാരിച്ചു. എന്താല്ലേ ഇതൊക്കെ അമ്മ കേൾക്കുമ്പോഴായിരിക്കും എൻ്റെ മോൾ ഇത്ര പിശുക്കിയായോ എന്ന് വിചാരിക്കും കേട്ടോ. പണ്ടൊക്കെ ഗ്യാസൊക്കെ ഒരു മയത്തിലല്ലാതെ എപ്പോഴും ഗ്യാസ് തുറന്ന് ഓരോ സാധനങ്ങൾ ഉണ്ടാക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ പാത്രം അവിടെ സോപ്പിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അന്നേരമാണ് അഖിൽച്ചേട്ടൻ ഇറങ്ങാൻ തുടങ്ങിയത്. അപ്പോഴത്തേന് ഞാൻ പിന്നെ വീഡിയോ എടുത്തുകൊണ്ട് ഇറങ്ങി. പിന്നെ ഞാൻ വാഷ് ബേസിനിൽ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. സോപ്പിട്ട് വെച്ചതുകൊണ്ട് തന്നെ എനിക്ക് ഏറ്റവും എളുപ്പമായി കേട്ടോ. ഞാനിപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ വിചാരിച്ച കാര്യം എന്താണെന്ന് അറിയാമോ, ഇതുപോലെ പാത്രം കഴുകാൻ പറ്റിയായിരുന്നെങ്കിൽ. എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത ഒരു കാര്യമാണ് വീട്ടിലെ പാത്രം കഴുകുക എന്നുള്ളത്. പക്ഷേ ചില സമയത്ത് ഞാൻ ആസ്വദിച്ചും ചെയ്യാറുണ്ട്. കാര്യം എനിക്കിഷ്ടമുള്ള സിനിമയോ സീരീസോ ചെയ്തിട്ട് അതിങ്ങനെ ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ പിന്നെ കഴുകിയ പാത്രങ്ങളെല്ലാം അടുക്കി അങ്ങോട്ട് വെക്കുവാണ്. ഇല്ലെങ്കിൽ കഴുകിയിട്ട് ഇവിടെ വൈകുന്നേരം ആയാലും അടുക്കി ഞാൻ വെക്കത്തില്ല. അത് അന്നേരം തീർത്ത് കഴിഞ്ഞാൽ എൻ്റെ ജോലി അന്നേരം കഴിയും കേട്ടോ. എന്തായാലും ആ ഒരു ദിവസം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അന്ന് രാവിലെ തന്നെ എൻ്റെ ജോലിയും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം നിങ്ങൾ വിചാരിക്കുക എന്തൊരു കൃത്യനിഷ്ഠയോടുകൂടിയാണ് ഞാൻ ഇതെല്ലാം ചെയ്യുന്നതെന്നുള്ള. വെറുതെയാണ് ഗൈസ്, ഇന്ന് വീഡിയോ എടുക്കുന്നത് കൊണ്ടും കൂടിയാണ്. അതുമാത്രമല്ല, ഇന്ന് രാവിലെ ഞാൻ നേരത്തെ എഴുന്നേറ്റ് ആ ദിവസം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടുകയും ചെയ്തു. പിന്നെ ഞാൻ വിചാരിച്ചു രാവിലെ തന്നെ അങ്ങ് കുളിക്കാം എന്ന് വിചാരിച്ചു. നല്ല മഴയുണ്ടായിരുന്നു. അൽച്ചേട്ടൻ പറഞ്ഞു വൈകുന്നേരം പോയി കുളിച്ചാൽ മതിയെന്ന്. വൈകുന്നേരം ആയാൽ പിന്നെ കുളിക്കാൻ ഭയങ്കര മടിയാണ് ഗൈസ്. കുളിച്ചിറങ്ങിയതിന് ശേഷം ഞാൻ തുണി കൊണ്ടുപോയി വാഷിംഗ് മെഷീനിൽ ഇട്ട് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര വിശപ്പ്. എന്നാൽ പിന്നെ ചൂട് ചോറ് തിന്നാമെന്ന് വിചാരിച്ചു. ചൂട് ചോറും കോവയ്ക്ക വറുത്തതും വഴുതനങ്ങ വറുത്തതും ചമ്മന്തിയും എല്ലാം കൂട്ടി ഒരു നല്ല പിടിയങ്ങ് പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് നല്ല വിശപ്പാണ്. കുളിച്ച് കഴിഞ്ഞാൽ അപ്പോൾ എനിക്ക് വിശപ്പ് കൂടും. അതെന്താണെന്ന് അറിയത്തില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ആരെങ്കിലും കമൻറ്റ് ചെയ്യണേ. കുളിച്ച് കഴിഞ്ഞാൽ അപ്പോഴേ അങ്ങ് വിശപ്പാ. എന്തായല്ലേ. പിന്നെ രസവും ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ രസം ചൂടാക്കാൻ വെച്ചിട്ട് അഖിൽച്ചേട്ടൻ പോകാൻ നേരത്ത് ഗേറ്റ് തുറക്കാൻ പോയിരുന്നേ. അപ്പോൾ ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ കുളിച്ചു, ഫുഡ് കഴിച്ചു. ഇനിയിപ്പം പോയി കിടന്ന് ഉറങ്ങാൻ പോവാണ്. ഇപ്പം സമയം 10:20 ആയിട്ടുണ്ട്. ഇനി ഉറങ്ങാൻ പോവാണ്. ഇനി ഏകദേശം ഒരു 12 മണി കഴിഞ്ഞിട്ടേ ഞാൻ എഴുന്നേൽക്കത്തുള്ളൂ. അതുപോലെ ഉറങ്ങാൻ പോവാണ്. നല്ല തണുപ്പുണ്ട് ഗൈസ്. രാവിലെ ഭയങ്കര മഴയായിരുന്നു. ഇപ്പോഴും ചെറുതായിട്ട് ചാറി അതിൻ്റെ ഒരു ലക്ഷണത്തിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് നല്ല സുഖമാണ് ഗൈസ്. ഫാൻ ഒരു ഒന്നിലിട്ടാലും മതി. ഇപ്പം ഞാൻ കിടന്നുറങ്ങാൻ പോവാണ്. അപ്പോൾ ഒരു 12 മണി കഴിഞ്ഞിട്ട് എഴുന്നേക്കാം. അപ്പം നമ്മുടെ വ്ളോഗെന്ന് വിചാരിച്ചാൽ രാവിലെ 5 മണി തൊട്ട് ഒരു 10 മണി വരെ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ 10:20 ഗൈസ്. എന്തായാലും ഞാൻ കിടന്നുറങ്ങാൻ പോവാണ്. ഞാൻ ഇനി കിടന്നുറങ്ങാൻ പോവാണ്. അപ്പം ടാറ്റാ. ഞാൻ കിടക്കുന്നതിന് മുമ്പ് എനിക്ക് റൂമൊക്കെ നല്ല ഇരുട്ടായിരിക്കണം എന്ന് നിർബന്ധമുള്ള കാര്യമാണ് കേട്ടോ. അതുകൊണ്ട് ബാക്കിയുള്ള കർട്ടനും കൂടെ ഞാൻ പിടിച്ചിട്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് സൈഡിൽ ഒരു തലോണയും വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു കമ്പിളിയും വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി എന്തായാലും കിടന്ന് കുറച്ച് നേരത്തേക്ക് ഉറങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഉറങ്ങാൻ വേണ്ടി കിടക്കുകയാണ് ഗൈസ്. കൃത്യം 10:30 ആയപ്പം കിടന്ന ഞാൻ എഴുന്നേറ്റത് ഉച്ചയ്ക്ക് 2 മണി കഴിഞ്ഞിട്ടാണ് കേട്ടോ. അതും അഖിൽച്ചേട്ടൻ ഒരു 100 വട്ടം ഫോണിൽ വിളിച്ചതിന് ശേഷമാണ് എഴുന്നേറ്റ്. ഇടയ്ക്ക് അലാറമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. എങ്ങനെ അത്രയും ഉറങ്ങിപ്പോയെന്ന് എനിക്കറിയത്തില്ല. അത് കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോഴത്തേന് ഞാൻ പോയി ദേവുവിനെ എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്ന് ദേവുവിന് പിരികമൊന്നും എഴുതിയിട്ടില്ലായിരുന്നു. അവളെ റെഡിയാക്കിയതിന് ശേഷം അപ്പോഴേ എനിക്ക് ഇഞ്ഞ് തന്നു. അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഞാൻ വീട്ടിൽ വന്ന് കാത്തു വിട്ട് കൊടുത്തപ്പോഴത്തേനാണെങ്കിൽ അതിനകത്ത് മുഴുകിയിരിക്കുമായിരുന്നു. അപ്പം ഞാൻ എഴുതാമെന്ന് വിചാരിച്ച് ഞാൻ എഴുതി കൊടുക്കുവാണ് കേട്ടോ. അടങ്ങി ഇരുന്ന് തന്നു. സാധാരണ അങ്ങനെ ഇരിക്കത്തില്ല എന്നാണ് പറയുന്നത്. പക്ഷെ കാത്തുവിൻ്റെ കാർട്ടൂൺ കണ്ടുകൊണ്ടിരുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു ഇങ്ങനെ ഇരുന്നത്. എന്തായാലും നല്ല ക്യൂട്ടായിട്ടുണ്ടല്ലേ. ആ കാർട്ടൂണിനകത്ത് ഇവൾ മുഴുകിയിരിക്കുന്ന നോക്കിയല്ലേ ദേവു. എനിക്ക് കണ്ടിട്ട് ഇപ്പം തന്നെ ചിരി വരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു കവിളിലൊരു കുത്തിട്ട് കൊടുക്കുന്നത്. പണ്ട് നമ്മൾ കണ്ടിട്ടില്ലേ നമ്മുടെ കുഞ്ഞു ആവകൾക്കൊക്കെ കവിളിൽ ഇങ്ങനെ കുത്തിട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ അങ്ങനെ ആരും ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാനൊരു ചുമ്മാ ഒരു രസത്തിന് എഴുതി കൊടുത്തതാണ് കേട്ടോ. പക്ഷേ പാവം ദേവു എനിക്ക് അടങ്ങിയിരുന്ന് തന്നു കേട്ടോ. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേനാണെങ്കിൽ എനിക്കങ്ങ് ചിരിയും വന്നിട്ടുണ്ടായിരുന്നു. കാരണം ഇത്രയും ഇങ്ങനെ അടങ്ങിയിരിക്കുമില്ലയോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് വീട്ടിൽ പോകാമെന്ന് പറഞ്ഞ് ഞാൻ വിളിച്ചപ്പോഴാണ് ഇതാണ്ട് ഇവളെൻ്റെ കൈ ഇങ്ങനെ തട്ടി മാറ്റുന്നത്. എന്നാൽ ഇപ്പുറത്തെ സൈഡിൽ വന്ന് വീഡിയോ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചപ്പോൾ ഇപ്പോൾ ആ തട്ട് നോക്കുക ഗൈസ്. ഇത് കണ്ട എത്ര വട്ടം ഞാൻ തന്നെ ചിരിച്ചെന്നറിയാമോ. അങ്ങനെയാണ് തട്ടുന്നത്. സത്യത്തിൽ ഇതിൻ്റെയൊക്കെ യഥാർത്ഥ വോയിസ് കേട്ടാൽ നിങ്ങൾ ചിരിച്ചു മരിക്കും. പക്ഷേ അതിടാൻ പറ്റത്തില്ല. ബിക്കോസ് അതിനകത്ത് ഞാൻ കാത്തുവിൻ്റെ
സോങ് കേൾക്കുമായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് ഭയങ്കര കൂട്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. ആദ്യമായിട്ടാണ് എൻ്റെ അടുത്ത് ഇത്രയും അങ്ങ് കൂട്ടായത് കേട്ടോ. എന്തായാലും എൻ്റെ തലയിലൊക്കെ ഒരടി അടിച്ച് അതിന് ശേഷം സ്വന്തമായിട്ട് അങ്ങ് കൈ അടിക്കുവാണ്. പിന്നെ അങ്ങ് ചെറപ്പറ അങ്ങ് അടിയായിരുന്നു ഗൈസ്. അന്നേരത്തിന് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനും ഇങ്ങനെ ഓരോന്ന് കാണിക്കുമായിരുന്നു, അത് അനുകരിക്കുമായിരുന്നു ദേവു. പിന്നെ ദേവു കാണിക്കുന്നത് ഞാനും അനുകരിക്കുകയായിരുന്നു കേട്ടോ. നല്ല ചിരിയായിരുന്നു ഗൈസ്. കണ്ടോ, എനിക്കിനി പടക്കം പോലെ കിട്ടും. നിങ്ങളിനി കണ്ടോ എത്ര എണ്ണം കിട്ടിയെന്ന് നോക്കുക. അവസാനം എനിക്ക് നൊന്ത്. എന്നിട്ട് അവളുടെ ചിരി നോക്കി എനിക്ക് ഇത്രയും അടി അടിച്ചിട്ട് എന്നിട്ട് എനിക്ക് ഹായ് പറയുവാണ് കേട്ടോ. ഇടയ്ക്ക് ഹായ് പറയുവാണ്. ഞാൻ വേറെ എന്തോ ഗായ്സിൻ്റെ അടുത്ത് പറഞ്ഞതാണ് കേട്ടോ. എന്തോ നീ ആർക്കാണ് ഹായ് കൊടുത്തത്, ഗായ്സിനാണോ എന്നൊക്കെ ചോദിക്കുവാണ്. ഇപ്പം ഞാൻ പാട്ട് പൗസ് ചെയ്ത് കേട്ടോ. അപ്പം ഞാൻ കാണിക്കുന്നത് പോലെ തന്നെ കാണിക്കുന്നുണ്ടോ. അത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഉമ്മ കൊടുക്കുവാണ് ഗൈസ് എല്ലാവർക്കും കൂടെ. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെയും ദേവുവിൻ്റെ ഉമ്മ കിട്ടിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അത് കഴിഞ്ഞിട്ട് കാർട്ടൂൺ കണ്ടിട്ട് എന്തോ പറയുവാന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞു ഗൈസിന് എല്ലാവർക്കും ഹായ് പറയാമെന്ന് പറഞ്ഞ് അങ്ങനെ ഹായ് പറഞ്ഞു. അന്നേരം എൻ്റെ അടുത്ത് ഈ ലാപ്ടോപ്പ് കാണിക്കാനാണെന്ന് തോന്നുന്നു പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞു അതാണോ എന്ന് ഞാൻ ഇങ്ങനെ ചോദിച്ചു. പക്ഷെ അവളൊന്നും പറഞ്ഞില്ല ഗൈസ്. ഇതിൻ്റെയൊക്കെ യഥാർത്ഥ വോയിസ് ഉണ്ട്, പക്ഷേ ഇൻസ്റ്റാഗ്രാമിലും വാട്സാപ്പിലും കിടപ്പുണ്ട്. പക്ഷേ യൂട്യൂബിൽ ഇടാൻ പറ്റത്തില്ല, പണി കിട്ടും, കാര്യം കോപ്പിറൈറ്റ് അടിക്കും. അതുകൊണ്ടാണ് ഞാനിത് മ്യൂട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. ഇല്ലെങ്കിൽ ഞാൻ ഇതൊരിക്കലും മ്യൂട്ട് ചെയ്യത്തില്ലായിരുന്നു. കാര്യം ഈ ഒരു സൈഡ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു, നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ ഇതുപോലെ തന്നെ പിറ്റേ ദിവസം എടുത്തുകൊണ്ട് വന്നു. പക്ഷേ പിറ്റേ ദിവസം എടുത്തുകൊണ്ട് വന്നപ്പോഴത്തേന് ഇത്രയും ഒരു എനർജി ഇല്ലായിരുന്നു കേട്ടോ. കാര്യം എന്താണെന്ന് അറിയാമോ, ഞാൻ കാർട്ടൂണല്ല ഇട്ടത്, വേറൊരു കാർട്ടൂണാണ് കേട്ടോ ഇട്ടത്. അപ്പം ഗൈസ് എല്ലാവർക്കും ബൈ ഒക്കെ പറയുവാണ്. എന്തായാലും നിങ്ങൾ കണ്ടെന്ന് വിചാരിക്കുന്നു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വൈകുന്നേരമാണ് ഇതിൻ്റെ ഇൻട്രോയും ഇതിൻ്റെ എൻഡിങ്ങും ഞാൻ എടുക്കുന്നത്. എന്തായാലും പോട്ടെ. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ചേട്ടാ, ലവ് യു.